നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കുന്നംകുളത്ത് കാറ്റിലും മഴയിലും വീണ്ടും നാശനഷ്ടം. മരങ്ങൾ വീടിന് മുകളിലേക്ക് വീണ് മേൽക്കൂര തകർന്നു. കുന്നംകുളം ന്യൂ ചർച്ച് റോഡിലെ തെക്കേക്കര വി ഹെൽപ്പ് ഷാജിയുടെ വീടിന് മുകളിലേക്കാണ് മഴയെ തുടർന്നുണ്ടായ ശക്തമായ കാറ്റിൽ വീടിന് പിറകുവശത്ത് നിന്നിരുന്ന പുളിമരവും തെങ്ങും വീണത്. ഞായറാഴ്ച രാവിലെ 6:30 അപകടം. ഈ സമയം മുകൾ ഭാഗത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. അപകടത്തിൽ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ഒരു മുറിക്ക് തകരാറും ചുമരിന് വിള്ളലും സംഭവിച്ചിട്ടുണ്ട്. വിവരമറിഞ്ഞ് വാർഡ് കൗൺസിലർ ലീല ഉണ്ണികൃഷ്ണൻ, കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി വീട്ടുടമ പറഞ്ഞു. കേരളത്തിൽ മൺസൂൺ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതിന് പിന്നാലെ കാലവർഷം ശക്തമായി. മലബാറിലെ 5 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 8 ദിവസം നേരത്തെയാണ് കാലവർഷം കേരളത്തിലെത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ വ്യാപകമായ മഴ തുടരുകയാണ്. കേരള തീരത്ത് തിങ്കളാഴ്ച രാത്രി വരെ ഉയർന്ന തിരമാല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റെഡ് അലർട്ട് നിലനിൽക്കുന്ന വയനാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലേക്ക് NDRF സംഘം ഇന്ന് എത്തിച്ചേരും. നേരത്തെ മണ്ണിടിച്ചിൽ ദുരന്തം സംഭവിച്ച വിലങ്ങാട് കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് റിപ്പോർട്ട്. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. 5 ഏക്കറിൽ വിശാലമായ കളിക്കളം ഒരുക്കുന്നതിന് ചാവക്കാട് നഗരസഭ 50 ലക്ഷം രൂപ വിനിയോഗിച്ചാൽ കായിക വകുപ്പ് 50 ലക്ഷം രൂപ നൽകുമെന്ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ. ചാവക്കാട് നഗരസഭാ കളിക്കളത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മൊബൈൽ FSTP വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലഹരി വിരുദ്ധ സന്ദേശയാത്ര ആരംഭിച്ചതിന് ശേഷം 100ഓളം കമാൻഡുകൾ എൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. പലരും ആവശ്യപ്പെട്ടത് കളിക്കളമാണ്. നമ്മളിപ്പോൾ 3.5 ഏക്കർ സ്വന്തമായ സ്ഥലം 1.5 ഏക്കർ സ്ഥലം ലഭിക്കുന്നുണ്ടെങ്കിൽ 5 ഏക്കർ സ്ഥലം നമ്മൾ കളിക്കാൻ നിർമ്മിക്കാൻ കഴിയും. ഇതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനത്തിൽ നഗരസഭ 50 ലക്ഷം രൂപ അടക്കുകയാണെങ്കിൽ 50 ലക്ഷം രൂപ കായിക വകുപ്പ് സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം നേടിയ സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നഗരസഭ പരപ്പിൽത്താഴം MCFൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ശുചിത്വ അംബാസഡർ PT കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായി. മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ CL ടോണി, ക്ലീൻ സിറ്റി മാനേജർ B. ദിലീപ് എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന സലീം, ബുഷറ ലത്തീഫ്, PS അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, പ്രസന്ന രണിദിവെ, നഗരസഭാ കൗൺസിലർ MR രാധാകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, PK സൈതാലിക്കുട്ടി, AA മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പരപ്പിൽ താഴത്തുള്ള MCFനോട് ചേർന്ന് നഗരസഭ ആദ്യഘട്ടത്തിൽ 25 ലക്ഷം രൂപയാണ് കളിക്കളത്തിനായി വിനിയോഗിക്കുന്നത്. സെപ്റ്റേജ് മാലിന്യം ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് 45 ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സഞ്ചരിക്കുന്ന മൊബൈൽ ട്രീറ്റ്മെന്റ് വാഹനവും ഇതോടെ സജ്ജമായി. ഉദ്ഘാടന പരിപാടി UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചു. കടവലൂർ കോട്ടോൽ തെക്കത്ത് മരം കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് വീണു. ശനിയാഴ്ച രാത്രിയുണ്ടായ ശക്തമായ കാറ്റിനെ തുടർന്നാണ് കുറുപ്പത്ത് വളപ്പിൽ ധനീഷിന്റെ വീട്ടിലെ പുളിമരം വൈദ്യുതി ലൈനിലേക്ക് കടപുഴകി വീണത്. 4 പോസ്റ്റുകൾ പൂർണ്ണമായി തകർന്നു. 2 പോസ്റ്റുകൾക്ക് ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചു. വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന വാലിയിൽ ലത്തീഫിന്റെ ബൈക്കിന് മുകളിലേക്കാണ് ഒരു വൈദ്യുതി പോസ്റ്റ് വീണത്. മരം വീണതിനെ തുടർന്ന് പൊളിയൻകോട്ടിൽ മുഹമ്മദിന്റെ വീട്ടിലെ വിറകുപുരയുടെ ഷീറ്റുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ശക്തമായ കാറ്റിൽ പൊട്ടിവീണ പോർക്കുളം പഞ്ചായത്ത് വാതക ക്രിമിറ്റോറിയത്തിന്റെ വലിയ പുകക്കുഴൽ ക്രെയിൻ ഉപയോഗിച്ച് എടുത്തുമാറ്റി. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടാണ് വാതക ശ്മശാനത്തിന്റെ വലിയ പൈപ്പ് പൊട്ടി തൊട്ടടുത്ത പ്ലാസ്റ്റിക് കമ്പനിയുടെ മേൽക്കൂരയിലേക്ക് വീണത്. പ്ലാസ്റ്റിക് കമ്പനിയുടെ 20ഓളം ഷീറ്റുകൾ തകർന്നിരുന്നു. 2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കമ്പനി ഉടമ കോട്ടോൽ സ്വദേശി സ്റ്റാൻലി ജാനിഷ് പറഞ്ഞു. മേൽക്കൂര തകർന്നതോടെ യന്ത്രങ്ങൾ മഴ നനയാതിരിക്കാൻ ടാർപോളിൻ കൊണ്ട് മൂടിയിടേണ്ടി വന്നു. ആദ്യം ക്രെയിൻ കൊണ്ടുവന്ന് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ട് വലിയ ക്രെയിൻ കൊണ്ടുവന്ന് പൈപ്പ് എടുത്തു മാറ്റുകയായിരുന്നു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ 1500 തിരുശേഷിപ്പുകളുടെ പൊതുദർശനവും വണക്കവും ആരംഭിച്ചു. തിരുശേഷിപ്പുകൾ ശനിയാഴ്ച വൈകിട്ട് 8 മണിയോടെ പള്ളിയിലെത്തിച്ചേർന്നു. തുടർന്ന് ആരാധനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ശേഷം രാത്രി 11 മണിക്ക് ഇടവക വികാരി ഫാദർ ഡൈസൺ മുണ്ടോപുറത്തിന്റെ സാന്നിധ്യത്തിൽ ചെർളയം ഹോളി ചൈൽഡ് കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ബെൻസി CMC തിരുശേഷിപ്പുകളുടെ പൊതുദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് പ്രദർശനവും വണക്കവും ആരംഭിച്ചു.
രാത്രി 12 മണിക്കും പുലർച്ചെ 3 മണിക്കും രാവിലെ 6-നും 9-നും വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. തിരുശേഷിപ്പുകളുടെ പ്രദർശനവും വണക്കവും രാത്രി 11-ഓടെ സമാപിക്കും. കടങ്ങോട് പഞ്ചായത്ത് 12-ാം വാർഡ് എയ്യാൽ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. തുടർച്ചയായി 30-ാം വർഷമാണ് പഞ്ചായത്തിനകത്തും പുറത്തുമുള്ള അർഹരായ 1250-ലധികം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകൾ നൽകുന്നത്. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ PS പുരുഷോത്തമൻ വിതരണോദ്ഘാടനം നടത്തി. കൂട്ടായ്മ അംഗങ്ങളായ PM കുഞ്ഞിപ്പ, KA രാജൻ, KK സുധിൻ, NV സുനിൽ, TS ഗിരീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പഠനോപകരണ വിതരണം നടത്തിയത്. കരിക്കാട് ഭട്ടിമുറി മഹാത്മാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ അർഹരായ വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണവും 10ാം ക്ലാസ് +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നടത്തി. മഹാത്മാ പ്രസിഡന്റ് രതീഷ് KK അധ്യക്ഷത വഹിച്ച ചടങ്ങ് പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറും മെന്ററും അധ്യാപകനുമായ ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് മെമ്പർ KA ജ്യോതിഷ് മുഖ്യാതിഥിയായി. മഹാത്മാ വൈസ് പ്രസിഡന്റ് TP വിമൽ സ്വാഗതവും സെക്രട്ടറി PV സുധീഷ് നന്ദിയും പറഞ്ഞു. PK രതീഷ്, PB നിവാഷ്, ഗിരീഷ് കുമാർ, ബിജു ശ്രീധർ, അഭിഷേക് ലാൽ എന്നിവർ സംസാരിച്ചു. വേലൂർ അർണോസ് കലാകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കുട്ടികളുടെ എഴുത്തിനിരുത്തൽ വേലൂർ ഫൊറോന വികാരി റാഫേൽ താണിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ലിസ്യു ആശ്രമം സുപ്പീരിയർ അലക്സ് കല്ലറയ്ക്കൽ, കുര്യൻ മലയപ്പറമ്പിൽ, വിൻസെന്റ് പാടൂർ, ബിജു മേക്കാട്ടുകുളം, ലീന ആന്റണി, ഡെന്നി, ജോജു പനക്കൽ, കുര്യാക്കോസ് ഒലക്കെങ്കിൽ, ജൂലി ടിൻസെന്റ് എന്നിവർ സംസാരിച്ചു. ചരമം. കുണ്ടന്നൂർ നെയ്യൻ ലോനപ്പൻ മകൻ ലാസർ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 5-ന് കുണ്ടന്നൂർ കർമ്മലമാതാ പള്ളി സെമിത്തേരിയിൽ നടക്കും. ലിസി ഭാര്യയും ലാലി, ലിമി, ലിഷ എന്നിവർ മക്കളുമാണ്. ആനക്കോട്ട കിഴക്കേ ഗേറ്റിനു സമീപം വെപ്പിൽ പരേതനായ ഗോപാലൻ മകൻ സുനിൽ ബാബു നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. സുജാതയാണ് ഭാര്യ. സുജിത്, സുനീജ എന്നിവർ മക്കളാണ്. കാണിപ്പയ്യൂർ പരേതനായ ചെറുവത്തൂർ ഇയാക്കു ഭാര്യ അന്ന നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 5-ന് അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. റെനി, റെനീഷ് എന്നിവർ മക്കളാണ്. മറ്റം കാക്കശ്ശേരി ജോസഫ് മകൻ സൈമൺ മാസ്റ്റർ നിര്യാതനായി. 93 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11:30-ന് മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. പരേതയായ കൊച്ചു ത്രേസ്യ ഭാര്യയും ജോഷി, ജെയിംസ്, നാൻസി, ഷാജ് എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.